10 മിനിറ്റിനുള്ളിൽ റൈസ് കുക്കറിൽ നമുക്കൊരു കിടിക്കാച്ചി ബിരിയാണി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി എടുക്കുക. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളം വലിയാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വെള്ളം എടുക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, പെരുംജീരകം, നമ്മുടെ നാരങ്ങ നീര്, ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ മോൾക്ക് മഞ്ഞ കളറിലുള്ള ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്നിട്ട് നമ്മളിത് തിളച്ചതിന് ശേഷം അതെടുത്ത് കുക്കറിലേക്ക് വെക്കുക. വെറും 10 മിനിറ്റ് വെച്ചാൽ മതി റൈസ് കുക്കറിൽ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസും നട്ട്സും ഒക്കെ വഴറ്റിയെടുക്കാം നെയ്യിൽ. റൈസ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പം ബിരിയാണി റൈസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ റൈസ് കുക്കർ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. 10 മിനിറ്റിൻ്റെ കാര്യം മറക്കരുത്. 10 മിനിറ്റ് കൂടുതൽ വെച്ചാൽ അത് വെന്ത് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.